നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോട്ട ഫെഡറൽ ബാങ്കിൽ ജീവനക്കാരെ മുൾമുനയിൽ നിർത്തി മോഷണം നടന്നിട്ട് 16 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. ഇന്നലെ രാത്രി മുഴുവൻ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചായിരുന്നു അന്വേഷണം പുരോഗമിച്ചത്. മോഷ്ടാവ് അങ്കമാലിയിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ഇന്നലെ രാത്രി തന്നെ ലഭിച്ചിരുന്നു. ഇതോടെ ഇയാളുടെ യാത്ര കൊച്ചിയിലേക്കാണ് എന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം ആലുവ, എറണാകുളം നഗരപരിധിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇയാളെ വ്യക്തമായി മനസ്സിലാക്കുകയും ഇയാൾ ഇപ്പോൾ പോലീസിന്റെ മുന്നിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ പോലീസിന്റെ കയ്യിലായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് തൽക്കാലം പുറത്തുവിട്ടിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നും അതിൽ കൂടുതൽ ഇപ്പോൾ പറയാനാകില്ല എന്നുമാണ് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ പറയുന്നത്. മോഷ്ടാവ് ഹിന്ദി സംസാരിച്ചതുകൊണ്ട് അയാൾ മലയാളി അല്ലാതാകുന്നില്ല എന്നും ഏതാണ്ട് 15 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് എന്നും മധ്യമേഖല DIG ഹരിശങ്കർ പറയുന്നു. ATM-ൽ നിന്ന് എടുത്തുവെച്ച പണമാണ് നഷ്ടമായത്. കൂടുതൽ പണം ഉണ്ടായിട്ടും അത് എടുത്തില്ല എന്നതും പ്രത്യേകതയാണ്. ജീവനക്കാരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നും പറയാനാകില്ല എന്നും പ്രാഥമിക ഘട്ടത്തിൽ അത്തരം നിഗമനങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നും DIG പറഞ്ഞു. എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്നും തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ പറയുന്നു. ക്യാഷ് കൗണ്ടറിൽ 47 ലക്ഷം രൂപ കെട്ടുകളായി സൂക്ഷിച്ചിരുന്നുവെങ്കിലും ഇതിൽ നിന്നും 5 ലക്ഷം രൂപ വീതമുള്ള 3 കെട്ടുകളാണ് മോഷ്ടാവ് എടുത്തത്. കയ്യിലുണ്ടായിരുന്നത് സാധാരണ കരിക്കത്തി. പ്രതിയുടെ സഞ്ചാരപാതയെക്കുറിച്ച് സൂചനയുണ്ട് എന്ന് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് 15 ലക്ഷത്തോളം രൂപ ഈ ക്യാഷ് കൗണ്ടറിൽ നിന്നും പ്രതി കവർന്നത്. ഉച്ചയോടെ ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ മോഷ്ടാവ് കസേര ഉപയോഗിച്ച ക്യാഷ് കൗണ്ടറിന്റെ ഗ്ലാസ് തല്ലി തകർത്താണ് പണം അപഹരിച്ചത്. ശേഷം കത്തികാട്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും കയ്യിൽ കിട്ടിയ കറൻസികൾ എടുത്ത ശേഷം രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. തിരക്കേറിയ ജംഗ്ഷനിൽ പട്ടാപ്പകലായിരുന്നു കവർച്ച. പണം അപഹരിച്ച ശേഷം ഇയാൾ സ്കൂട്ടറിൽ കയറി സ്ഥലം വിടുകയായിരുന്നു. ബാങ്കിൽ ആ സമയം 8 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്.